ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് സ്ക്വയർ കുക്കിംഗ് ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ കുറേ കാലമായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ ചാനലിൽ. അപ്പോൾ ഇന്ന് ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മസാല കൂട്ടി വെക്കാം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പ്, പെരുംജീരകപ്പൊടി 1/2 സ്പൂൺ, 1/4 സ്പൂൺ കുരുമുളക് പൊടി, പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും, അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടാതെ ഒരു കോഴിമുട്ട നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ചെറുതായി എരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ്, പുതിന എന്നിവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി നീര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങയുടെ കുരു പെടാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി എന്നിട്ട് കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഈ മസാലയിലേക്ക് ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. 3 കിലോ ചിക്കനാട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഈ മസാല നന്നായി കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ എൻ്റെ ചിക്കൻ്റെ മുകളിലേക്കൊക്കെ മസാലകളെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ മസാല ഒക്കെ ഈ ഇറച്ചിയുടെ ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അടുത്തത് നമുക്ക് ചട്ടി വെച്ചതിന് ശേഷം, ചട്ടി നന്നായി ചൂടായതിനു ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഈ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള മുന്തിരി ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഞങ്ങൾ വീട്ടിൽ എണ്ണ ആട്ടുന്ന കാരണം അധികം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. അതിനുശേഷം ചെറുതായി എരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 വലിയ സബോള കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ബിരിയാണിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. ഇതേ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇത് ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായി മൊരിയിപ്പിച്ചെടുക്കൊന്നും വേണ്ട, ഒരു പകുതി വേവായാൽ മതി കേട്ടോ. ചിക്കനൊക്കെ നല്ല മൊരിയിപ്പിച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വീണ്ടും ബിരിയാണിയിൽ ദം ഇടുന്നതാണ്. അപ്പോൾ ചിക്കൻ വേവാത്തതുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടി വേവും. നല്ല മൊരിയിപ്പിക്കണം, വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ആ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ നമുക്ക് ഇറച്ചിയിലേക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ എണ്ണയാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നന്നായി മുരിഞ്ഞതിന് ശേഷം ചെറുതായി എരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
6 വലിയ സബോളയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ചിക്കനിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുള്ള മസാലക്കനുസരിച്ചിട്ടുള്ള ഉള്ളി വേണം എടുക്കാൻ കേട്ടോ. എന്നിട്ട് ഉള്ളിയൊക്കെ ഇതിലിട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉള്ളി വാടുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എൻ്റെ ഉള്ളി ഇവിടെയൊക്കെ ഏകദേശമൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 6 വലിയ തക്കാളി ആട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തക്കാളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്കുള്ള മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ചിക്കൻ മസാല 2 ടേബിൾ സ്പൂൺ എന്നിവ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമ്മുടെ ഈ ഉള്ളിയിലേക്കൊക്കെ മസാല നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് മസാലകളെല്ലാം ഈ ചിക്കനിലേക്ക് ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടാം നമുക്ക് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ അരി വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായതിനു ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചെറിയ 3 പച്ചമുളക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് വാടിയതിന് ശേഷം പട്ട, ഗ്രാമ്പു, കുരുമുളക്, അതുപോലെ തന്നെ ഏലക്ക, കുറച്ച് പെരിഞ്ചീരകം എന്നിവ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം 2 വലിയ സബോളയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന 1 സ്പൂൺ പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റ്, അതുപോലെ തന്നെ ഇഞ്ചിയുടെ പേസ്റ്റ് എന്നിവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി വഴറ്റിയെടുക്കുക.
അതുപോലെ തന്നെ 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ ഇവിടെ അരി ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം അരി ഉണ്ട്, അതിന് 2 പാത്രം വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിന് ഇരട്ടി വെള്ളം നമുക്ക് എടുക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം കളറിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചെറുതായി എരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ്, പുതിന, ക്യാരറ്റ് എന്നിവയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് തിളയ്ക്കുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം ഇവിടെയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വാര വെക്കണം കേട്ടോ. വാര വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇവിടെയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി അത് നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അതിനായിട്ട് വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൻ്റെ അടിയിലേക്ക് ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ചോറ് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ചോറ് നമുക്ക് ആദ്യം ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മസാല കൂട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലെയർ ആക്കിയിട്ട് വേണം ഇതിടാൻ. ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ചോറിട്ട് കൊടുക്കണം. ചോറിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ ലെയർ ആക്കിയിട്ട് വേണം നമ്മൾ ഇത് ദമ്മിടാൻ വേണ്ടിയിട്ട്. ഈ ചോറിൻ്റെ മുകളിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന സബോള, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ദമ്മിടാം. അപ്പോൾ ദമ്മിടുമ്പോൾ പാത്രം മൂടിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് തീ നമുക്ക് കോരിയിടണം. എന്നിട്ട് ഇത് നമുക്ക് 1 മണിക്കൂർ വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. കൂടുതൽ സമയം ദമ്മിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ എന്നിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദം ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവം തന്നെയല്ലേ ബിരിയാണി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ല് ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഇതുപോലെ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റാ.